ഇത് അമൂല്യമായ ദിവ്യമായ ആയുർവേദ ഔഷധങ്ങൾ ഹിമാലയത്തിലിരുന്ന് കൊണ്ടുവന്നത്. വാദം, പിത്തം, കഫം എന്നീ ത്രിദോഷങ്ങൾക്ക് വിഴാലറിയും. சும்மா காசம் இருமலோடு கூடிய இழுப்பு இதுக்கு கடல் தேங்க. குன்மனுக்கு உண்மையான ஔஷதம் அமுக்குரம். இது கஸ்தூரி, எதுக்கும் நல்ல மருந்து. இது குர்மீரம், கிருமிகளுக்கு நல்லது. இது சிடாப்பள்ளி வேறு, பள்ளிய போல ചലിക്കാം, ഏത് ചുമരിലും കേറാം. ഇത് നറുതണ്ടി കിഴങ്ങ്, രക്ത അരിസസ്ക്ക് ഉത്തമം. വൈദ്യരെ, ഈ ബുദ്ധി കൂടാനുള്ള എന്തെങ്കിലും നാടൻ ലാട മരുന്നുണ്ടോ? ബുദ്ധി വൈദ്യ സോപ്പേരി എണ്ണ തലയിൽ തേച്ച് കുളിച്ചാ പോതും. ഒരു കുപ്പി വേണം. അതൊന്നും വേണ്ട, നീ തേച്ചിട്ട് കാര്യമൊന്നുമില്ല. ഈ നാടൻ മാജിക് തരുമാ ഈ ആഗ്രഹിച്ച കാര്യം സാധിക്കാനുള്ള എന്തെങ്കിലും മോതിരം, ഏലസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാ? உங்களுக்கு ஆளு மாறி போச்சு. நான் மந்திரவாதி அல்ல, வைத்திய மகா லாடகலாநிதி. இது சாலாசானே, உங்களுக்கு மந்திரவாதம் தெரியுமே, ஏன் போய் சொல்றேன்? ஏய், உங்களுக்கு எந்த ஆഗ്രഹം നടക്കുന്ന മന്ത്ര മോതിരം தேவையா? വേണം വേണം വേണം. മോതിരം ഒന്നും വേണ്ട, പക്ഷെ ഇവ ആള് കൊള്ളാല്ലേ. വിക്രമനോടെ தெரியாது. സത്യം പറയണോ? எனக்கு தெரியாது. നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കും. പറയണോ? എതൊക്കെ നമ്മളെ கூம்புக்கு மேல இடி கிடைச்சாச்சு. അമ്മാര് പോയാ? വിക്രമാ, അവര് വീണ്ടും വന്നാச்சு. നീ എന്തിനു നമ്മളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നു? നീ ഇനി നമ്മളുടെ കൂട്ടത്തിൽ കൂടണ്ട, പൊക്കോ, എങ്ങോട്ടെങ്കിലും പൊക്കോ. അയ്യോ അപ്പണ്ണ, എന്നെ പറഞ്ഞു വിടരുത്. അവന്മാരെന്റെ ആരും അല്ല, അവരുടെ ഉദ്ദേശം വേറെന്തുവാ? മരുന്നാ? വേണ്ട. എന്താ പ്രശ്നം? അല്ല, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. നീങ്ങളാ? ആമാ. എന്താ പ്രശ്നം? ധൈര്യമായിട്ട് പറയണം. ഇവൻ കാരണം എനിക്ക് ജീവിക്കാൻ വയ്യെന്നായി. ഇടയ്ക്കിടയ്ക്ക് അവർ വരും, ഇവനെ തിരക്കും, അപ്പോൾ ഇവൻ മുങ്ങും. അവർ എല്ലാം പൊക്കും, ഇടിക്കും, അവർ പോകും, അപ്പോൾ ഇവൻ വീണ്ടും വരും. അങ്ങനെ ഇനി തുടരുന്നു. എന്റെ മരുന്നുകൾ ഞാൻ തന്നെ തിന്നുന്നു. അവർ ആരാന്ന് ചോദിച്ചാൽ ഇവൻ അറിയില്ല എന്ന് പറയുന്നു. അവന്മാരെന്റെ ആരും അല്ല. സോമ്പേരി ചൊല്ലുന്നത് കേട്ടിയാ? തൽക്കാലം ഇയാളെ ഇവിടുന്ന് മാറ്റുന്നതാണ് നല്ലത്. ഞങ്ങൾ ഇയാൾക്ക് നല്ലൊരു ഒളിത്താവളം കൊടുക്കാം. പകരം ഞങ്ങളെ ഒന്ന് സഹായിക്കണം. എന്ത് സഹായമാ ഞാൻ ചെയ്യേണ്ടത്? ഞങ്ങളുടെ തങ്കച്ചിക്ക് ഒരു ജാതക ദോഷമുണ്ട്. ആദ്യത്തെ ഭർത്താവ് പാടില്ല. അതുകൊണ്ട് കൊള്ളാവുന്ന ഒരാളെ കൊണ്ട് ആദ്യം കല്യാണം കഴിപ്പിച്ച് താലി അഴിപ്പിക്കണം. അതിന് ഞാൻ റെഡി. അയ്യോ, ആശാനല്ല, വിക്രമൻ മതി. ഇവൻ കിட்ட ഞാൻ சொல்றேன். അതിനൊന്നും എന്നെ കിട്ടൂല. சொன்னது சரிதான். ഇവൻ ഇല്ലെങ്കിൽ എന്നോട് കച്ചവടം പൊളിയും. അത് ഞങ്ങൾ പരിഹരിക്കും. എങ്ങനെ പറയും? ഇവൻ നിൽക്കുന്ന പോലെ താൻ എന്റെ കൂടെ നിൽക്കുമോ? നിക്കോ? അങ്ങനെയല്ല, അതിനുള്ള കാശ് നമ്മൾ തരും. എത്ര രൂപ തരും? 1000 രൂപ. 1000 രൂപ? 2000. എഴുന്നത് നിന്റെ കച്ചവടം നമുക്ക് വേണ്ട. സുന്ദരനായ എന്റെ ചെറുക്കന് 2000 രൂപയോ? 50,000 രൂപ വേണം. അവന്റെ പാതിവൃത്യം പോണ കേസാ. അയ്യോ, പാതിവൃത്യം അങ്ങനെ പോകും. അത് പിന്നെ ചൊവ്വാദോഷം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവില്ലേ? ഓക്കെ ഓക്കെ. ബിസിനസ് 50,000 രൂപ. പക്ഷെ ഇപ്പോ അഡ്വാൻസ് ആയിട്ട് 1000 രൂപ തരും. ബാക്കി തുക ജോലി കഴിഞ്ഞാൽ ഉടൻ തരും. മുങ്ങിയാലോ? ശരി ശരി. അഡ്വാൻസ് എൻ കയ്യിലേ തരണം. പിന്നെന്താ? ഒരു കുഴപ്പവും വരില്ല, ഞങ്ങളാണ് ഗ്യാരണ്ടി. എല്ലാം ശരിയായി. 1000 രൂപ കിടച്ചതേ. ഇവിടെന്താ? ഒരു ചെറിയ പരിപാടി ഉണ്ട്. ഇവിടെ ഈ ഫോട്ടോ എടുത്ത് ഒട്ടിക്കുന്ന ഏർപ്പാടുണ്ടോ? ആൽബത്തിലുണ്ടോ? അതല്ല, 2 ഫോട്ടോകളെ ആലിംഗനം ചെയ്യിക്കാൻ പറ്റും. അതല്ല ചേട്ടാ, 2 സമയത്തെടുത്ത 2 പേരുടെ ഫോട്ടോ ഒന്നിച്ചെടുത്താണെന്ന് തോന്നിപ്പിക്കുന്ന എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ? എഡിറ്റിംഗ് ഓഫ് ദി 2 ഫോട്ടോസ് ഈസ് ഈക്വൽ ടു 1. മോർഫിംഗ് ആൻഡ് ക്ലോണിംഗ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് ഇന്റർലിങ്കിംഗ്. മനസ്സിലായി. കൂടുതൽ പറയണ്ട. നിങ്ങൾക്ക് ആരുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ വേണ്ടത്? സച്ചിൻ ടെണ്ടുൽക്കർ, ജോർജ് ബുഷ്, വാജ്പേയി. അതെ, എനിക്ക് ഈ ഐശ്വര്യ റോയുടെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ വേണം. പിന്നെ അതൊന്നും വേണ്ട. ഇവൻ ഭാരതത്തിലെ ചില VVIPസിന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോസ്. പിന്നെന്താ? പക്ഷെ ചാർജ് കൂടും. സാരമില്ല, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവന്റെ ഒരു സാമൂഹ്യ സേവന പരിപാടിക്ക് വേണ്ടിയാ. കഞ്ഞിവിട്ട, അന്നദാനം, അങ്ങനെ. ഇങ്ങോട്ട്
ആ കൈ പിടിച്ച്. അതെന്തിനാ? ആ ഇദ്ദേഹം വാജ്പേയി ആയിട്ട് മാറും. ചിലപ്പോഴേ മാറും. വെറുതെ അങ്ങ് ചാടിയാ മതി. അത്രേ ഉള്ളൂ. ഞാൻ വിചാരിച്ച പോലെ അറിഞ്ഞില്ല വീരമണി വീട് തൂങ്ങാൻ കയറി. വാ. വാ വാ എല്ലാരും വാ. ഓടി, ഓടിയാ. അറിഞ്ഞില്ലേ ഇന്ന് അത് എന്തായാലും നടക്കും. ആര് ഈ പുതിയ അവതാരം? അവതാരം തന്നെ കടുപ്പണക്കാട് പറഞ്ഞോട്ടെ തെങ്ങ് വീട് അടിച്ചാലേ കേട്ടോ. ഓ പിന്നെ കളിക്കല്ലേ ഞാൻ വെറുതെ എനിക്ക് തൂക്കം കാണണ്ടേ? ഒരു അത്യാവശ്യ കാര്യമായി പോയി. അല്ലേ കാണിച്ചു തരാം. ഇവന് വട്ടാന്ന് അതിന്റെ കൂടെ വെള്ളമാണ്. ഞാൻ ഇപ്പത്താൻ തൂങ്ക പോറേ കണ്ണ കീഴെ ഇറങ്ങി വേണം. ഞാൻ വരമാട്ടെ. അപ്പ അടേ പോപ്പാ ഇറങ്ങി വരല്ലേടാ. ഇറങ്ങി വരല്ലെന്ന് ഞാൻ വരമാട്ടെ. വരണമെങ്കിൽ അന്ത നന്ദന വരച്ചൊല്ലു. ഇവന് നല്ല അടിയുടെ കുറവാണ്. ഞാൻ വരമാട്ടെ. വീരമണി ഒന്നിറങ്ങി വാടാ. വരാൻ പറ്റില്ലെന്നല്ലോ പറഞ്ഞത്. ഓരോ ഉണ്ടാക്കണ്ട എറിഞ്ഞിരട്ടാ. നാട്ടുകാരെ നിങ്ങൾ ആരും പേടിക്കണ്ട. പ്രശസ്ത മർമ്മജ്ഞനോട് ഞങ്ങളുടെ കൂടെ വന്നിരിക്കുന്നത്. ഇദ്ദേഹം എന്തെങ്കിലും മർമ്മം നടത്തി വീരമണിയെ താഴെ ഇറക്കുന്നതാണ്. വീരമണി ഇദ്ദേഹത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കൂ. ഈ കണ്ണുകളിലേക്ക് തന്നെ തറപ്പിച്ച് നോക്കൂ. ഇറങ്ങി വീരമണി വീരമണി എല്ലാരും കൈയടിച്ചേ. നാട്ടുകാരെ 54 മർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനമായ നോക്കുമർമ്മത്തിലൂടെ വീരമണിയുടെ കണ്ണുകളിൽ തറപ്പിച്ച് നോക്കി അവനെ വിറപ്പിച്ച് താഴെ ഇറക്കി അവന്റെ ജീവൻ രക്ഷിച്ച ഈ ഭാര്യവിക്രമന് നാട്ടുകാരുടെ അഭിവാദ്യങ്ങൾ. നാട്ടുകാരെ ഒരു സന്തോഷ വാർത്ത. ഈ ഭാര്യവിക്രമനാണ് നമ്മുടെ വൈദ്യമഠത്തിലെ ശിവപ്രിയ വിവാഹം കഴിക്കാൻ പോകുന്നത്. തൂങ്ങിവരണം കാണാനുള്ള നല്ലൊരു അവസരമാണ് നീയെല്ലാം അവിടെ വീണ്ടും കളിച്ചത്. ഏതാ ഇയാളെ തറവാട്? മർമ്മകർമ്മ ചികിത്സയിൽ പേരെടുത്ത വെള്ളിയാവിളയിൽ സോമസുന്ദരൻ വൈദ്യൻ മകൻ ഭാനുവിക്രമൻ. വലിയ തറവാട. വൈദ്യം, മർമ്മം, തന്ത്രം, ശാസ്ത്രം ഇവയിൽ എന്ത് പ്രാവീണ്യം? തൂങ്ങിച്ചാവാൻ പോയ എന്റെ മകൻ വീരമണിയെ ഈ കൊച്ചുമെടുക്കാൻ നോക്കുവണ്ണം നോക്കി താഴെ ഇറക്കി എങ്ങനെ? അപാരം അപാരം അത്ഭുതം അത്ഭുതം തന്നെ. സത്യാണോ? അതേ മാവ, ഞങ്ങൾ നേരിട്ട് കണ്ടതാ ഇല്ലേ? സത്യല്ലേ? എല്ലാവരും കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഇവിടെ ചില നിയമങ്ങളുണ്ട്. ശിവപ്രിയയെ കല്യാണം കഴിക്കുന്ന ആളാണ് നാളെ ഈ വൈദ്യമഠത്തിന്റെ അധികാരി. അയാൾ ജ്ഞാനി ആയിരിക്കണം. സർപ്പദംശമേറ്റ് കിടക്കുന്ന ഇയാളെ ഒന്ന് നോക്ക്. ഏത് വർഗമാ കടിച്ചത്? ചികിത്സിക്കാമോ? എന്തെങ്കിലും പറ. ഇല്ലെങ്കിൽ നാട്ടുകാർ തന്നെ കൊല്ലും. ഞാനിപ്പോ എല്ലാ സത്യം പറയും. അതെ, സത്യമായിട്ടും പറ. ഏത് ഉരകവംശമാണ് ദംശിച്ചതെന്ന്? 8 അടി വീരൻ പറ. 8 അടി വീരൻ. ശരിയാണ്. അത്ര ദൂരത്ത് നിന്ന് എങ്ങനെ മനസ്സിലായി? എന്നാൽ ഇയാളെ നിങ്ങൾ ചികിത്സിക്ക്. ശരിയാവില്ല ശരിയാവില്ല. വരുന്നു. തുടങ്ങിക്കോ. നിനക്കിവിടെ താമസിക്കാം. ഇനിയുള്ള പരീക്ഷണങ്ങൾ കൂടി വിജയിച്ചാൽ എന്റെ മകൾ ശിവപ്രിയ നിനക്ക്
നീ ഇതൊക്കെ എങ്ങനെ പഠിച്ചു? എന്നെ പണ്ട് പാമ്പ് കടിച്ചിട്ടുണ്ട്. നന്നായി. അതൊക്കെ പോട്ടെ, ഇങ്ങോട്ട് വരുമ്പോ ഈ വക കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ആ അപ്പ പറഞ്ഞില്ല, ദാ ഇപ്പൊ പറയാണ്. എല്ലാം അമ്മ പറയുമ്പോൾ ചെയ്താൽ മതി, ബാക്കിയെല്ലാം പിന്നീട്. നൊയ്നാടി നോയ് മുതൽ നാടി, അത് തണിക്കും വായ്നാടി വായ്പച്ചയിൽ. അർത്ഥം അറിയാവോ? അറിയില്ല. തനിക്കറിയോ? അതിന് രോഗമറിഞ്ഞ് ചിന്തിച്ച് പാകം തെറ്റാതെ ചികിത്സിക്കണം, എന്നാലേ നല്ല വൈദ്യനാവൂ. പഠിച്ചിട്ടുണ്ടാവുമല്ലോ അഹരാതി, ചൊല്ലിക്കൊള്ളൂ. അത് ഇന്ന് മൗനവ്രതമാണ്, ഇനി 3 ഇങ്ങനൊന്നും അല്ലല്ലോ നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നത്. ഇന്നലെ തന്നെ ഞാൻ എല്ലാം വിളിച്ചു പറഞ്ഞ് രണ്ടിനെയും സൂപ്പിച്ചേനെ. അല്ലെങ്കിൽ പിന്നെ ഒരു വാക്ക് നേരത്തെ പറയണം. ഇതൊരുമാതിരി മനുഷ്യന് പെരുമ്പാമാക്കുന്ന പരിപാടിയായി പോയി. അപ്പോഴത്തെ സ്പിരിറ്റിന് ഞാൻ കയറി അങ്ങ് ചെയ്തതാ. ഇല്ലെങ്കിൽ കാണായിരുന്നു രണ്ടിനും കൂടെ ആ കിളവൻ വൈദ്യുതി രസായനമാക്കുന്നത്. ഇത് ശരിയാവില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി. നീ ഒന്ന് ക്ഷമിക്ക്. ഇങ്ങനെയൊക്കെ വരുമെന്ന് ഞങ്ങൾ അറിഞ്ഞതേ ഇല്ല. ഇതൊക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ചതേ ഇല്ല. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ കളിക്കാൻ വേറെ ആളെ നോക്കിയാൽ മതി. ഇത് ശരിയാവില്ല. ഒരു കൊട്ടാരം വൈദ്യൻ അയാളുടെ ഒരു ഒലത്തിയ പരീക്ഷണം. അയാളുടെ മോളുടെ നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അല്ല, അങ്ങോട്ട് അറിഞ്ഞൂടെ മോളുടെ ഈ ജാതകദോഷം? അത് നാട്ടുകാർ അറിയാതിരിക്കാൻ വേണ്ടിയല്ലേ? അങ്ങേരെ അറിയാതിരിക്കാൻ വേണ്ടിയല്ലേ? നാട്ടുകാർ അറിയാതെ അല്ലേ? ആരും അറിയാതിരിക്കാൻ വേണ്ടിയാ. അതെ, ഈ നാട്ടുകാരെല്ലാരും കൂടെ എന്നെ തല്ലിക്കൊല്ലുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും കാണണം. നിങ്ങളെയൊന്നും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റൂല. ഇപ്പൊ ഒന്ന് പറയും, നാളെ വേറൊന്ന് പറയും. ഞാൻ പോവാ. ഞങ്ങൾ നിന്റെ കാല് പിടിക്കാം, നീ ഞങ്ങളെ കൈവിടരുത്. കാര്യങ്ങൾ ഇങ്ങനെയൊന്നും അല്ല ഞങ്ങൾ ആലോചിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ എല്ലാം ട്രാക്കിലാണ്. അതുകൊണ്ട് ഇനി പരീക്ഷണമെങ്കിൽ പരീക്ഷണം, ഞങ്ങൾ കൂടെ ഉണ്ടെന്ന്. ഒന്നും കൊണ്ട് പേടിക്കണ്ട. ഞങ്ങൾ ഏറ്റുന്നു. ഇനിയുള്ള നീക്കങ്ങൾ വായടക്കാൻ ആര്? എന്താ ഇവിടെ? ഒന്നുമില്ല, വെറുതെ. പുരട്சி തലവി ജയലളിതയുടെ അടുത്ത ആളാ. അതെ, അതെ. ഓ, അപ്പൊ ഇതാണോ എംജിആർ? എംജിആർ അല്ല, പുരട്சி തലവി ജയലളിതയ്ക്ക് പിഴിച്ചിൽ നടത്തി ഇപ്പോൾ ഉള്ള ബോഡി ഷേപ്പ് ഉണ്ടാക്കിയെടുത്തത് ഇദ്ദേഹമാ. തെളിവുണ്ട്, ഞാൻ കാണിച്ചാണോ? ഭാരതത്തിലെ പല പല VIP-കൾക്കും പഞ്ചകർമ്മ ചികിത്സ, സുഖചികിത്സ ഒക്കെ ചെയ്യുന്ന ഭാനുവിക്രമനല്ലേ? ആൽബമുണ്ട്. വാജ്പേയിജി, അമിതാഭ് ബച്ചൻ, മോഹൻലാല്, നെഹ്റുജി. കേമൻ തന്നെ. എങ്ങനെയുണ്ട്? ആള് കേമനാണെന്ന് എനിക്ക് ഇന്നലെ തന്നെ മനസ്സിലായി. ഒരു 10-20 അടി ദൂരെ നിന്നല്ലേ ദംശകന്റെ ഇനം കണ്ടുപിടിച്ചത്? അതെ, ജ്ഞാനദൃഷ്ടിയോ അതോ ത്രികാലജ്ഞാനം? അകാലജ്ഞാനം അല്ല, ത്രികാലജ്ഞാനം. 3D. പരമ്പരാഗതമായിട്ട് അവര് ത്രികാലജ്ഞാനികളല്ലേ? തിരുമുഖം പിള്ള ഇനി ഇവിടെ എന്തെല്ലാം കാണാൻ കിടക്കുന്നു. അതെ, ഞാൻ മറ്റൊന്നും കൊണ്ട് പറയുന്നതല്ല. ഈ പരീക്ഷണങ്ങളൊന്നും നടത്താതെ തന്നെ ശിവപ്രിയെ ഭാനുവിക്രമന് കല്യാണം കഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. ഈ പരീക്ഷണങ്ങളൊന്നും ഭാനുവിക്രമന് ഒരു പ്രശ്നമേ അല്ല, അല്ലേ വിക്രമ? അതെ. അല്ല, എന്തൊക്കെയാ ഇവിടുത്തെ പരീക്ഷണങ്ങള്? അതൊക്കെ വളരെ നിസ്സാരം. ആദ്യം മരുന്നുകൾ തിരിച്ചറിയാനുള്ള ഒരു പരീക്ഷണം. അതായത് ഉഗ്ര വിഷമുള്ള ഒരു സർപ്പത്തിനെ കൊണ്ട് കൊത്തിക്കും. എന്നിട്ട് ഒരുപോലിരിക്കുന്ന 2 ഒറ്റമൂലികൾ മുന്നിൽ വയ്ക്കും. ഒരു മരുന്ന് കഴിച്ചാൽ ജീവിക്കും, മറ്റേത് കഴിച്ചാൽ ചാവും. ഈ പരീക്ഷണം നമ്പർ 2 അത് മർമ്മമാണ്. നോക്കുവർമ്മം, തൊടുവർമ്മം, ചവിട്ടുവർമ്മം, ചുരുട്ടിക്കുത്ത്. പിന്നെ ആൽബം ഇങ്ങ് തന്നെ, ഞാൻ അങ്ങനെയും ശിവപ്രയ കുഞ്ഞിനെയൊക്കെ കാണിച്ചിട്ട് കൊണ്ടുവരാം. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പിന്നല്ലാതെ. ആള് ബഹുകേമന. പ്രധാനമന്ത്രി വാജ്പേയിജി, പ്രതിപക്ഷ നേതാവ് സോണിയാജി, തമിഴ്നാട് തലവി ജയലളിതാജി, ഇവർക്കൊക്കെ വസ്തി, ധാര, പിഴിച്ചില് ഒക്കെ നടത്തുന്നത് ഈ ഭാനുവിക്രമനാ. കാര്യമൊക്കെ ശരി തന്നെ, പക്ഷെ ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല. ഇപ്പൊ ഏറ്റവും കൂടുതൽ വ്യാജന്മാരുള്ളത് ആയുർവേദത്തിലാ. കീഴും കിഴക്കും അറിയാത്തവരല്ലേ ഇപ്പോഴ ആയുർവേദിക് ഹെറിറ്റേജ് സെന്റർ എന്നും മറ്റുള്ള പേരിട്ടിട്ട് ചികിത്സ നടത്തുന്നത്. നമുക്ക് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് മതി തീരുമാനമൊക്കെ. അത് പിന്നെ അത്രേ ഉള്ളൂ. വിശദമായിട്ട് നമുക്ക് അന്വേഷിക്കാം. പിന്നെ പ്രിയമോക്ക് ചെറുക്കനെ ഇഷ്ടപ്പെട്ട മട്ടാണ്. ഒരു വട്ടം എന്നോടത് സൂചിപ്പിക്കുകയും ചെയ്തു. വരട്ടെ, പരീക്ഷണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തോളൂ. കൊള്ളാം, സൂപ്പർ അല്ലേ? പരമയോഗ്യൻ. നീ ഭാഗ്യം ചെയ്തോളാം മോളെ. എന്ത് ഐശ്വര്യമുള്ള കൊച്ചൻ. ഇന്നത്തെ കാലത്ത് ഇതുപോലൊരു ചെറുക്കനെ കിട്ടാന്ന് പറഞ്ഞാ അതൊരു ഭാഗ്യം തന്നെയാണേ. പിന്നെ സംശയമുണ്ടോ? വെറുതെ പരീക്ഷണങ്ങൾ നടത്തി ആ കൊച്ചനെ കൊച്ചാക്കാതിരിക്കുന്നേ നല്ലത്. എത്രയും പെട്ടെന്ന് നല്ലൊരു മുഹൂർത്തം നോക്കി ഇതങ്ങ് നടത്തിയാ മതിയെന്ന് എന്റെ അഭിപ്രായം. മോൾക്ക് എങ്ങനെ, ഇഷ്ടമായോ? എനിക്കറിയാം ഇഷ്ടപ്പെട്ടു അല്ലേ?
എന്താ? പാല്. പാലോ? കുടിക്കാനാ? ആ, കൊള്ളാലോ. ആരോഗ്യം നല്ലപോലെ നോക്കണമെന്ന് ശിവചേച്ചി പറഞ്ഞയച്ചു. ഓ, എന്റെ ആരോഗ്യം ഞാൻ നോക്കിക്കോളാം. ആന്ന് എന്നോട് പറയണ്ട. പാല് കൊണ്ടുവരാൻ പറഞ്ഞ് കൊണ്ടുവന്നു. കുടിച്ചിട്ട് മൊന്തങ്ങ് തന്നാൽ ഞാനങ്ങ് പോയേക്കാം. താങ്ക്സ്. അതെ, കുളിച്ച് റെഡിയായി നിക്ക്. അടുത്ത ഐറ്റം റെഡി ആയിട്ടുണ്ട്. അതുമായി ഞാൻ ഉടനെ വരും. സെറ്റപ്പ് കൊള്ളാം. ഇങ്ങനെ ഉണ്ടാക്കുകയല്ല. നിങ്ങൾ എന്നെ കഴിച്ചു തീർത്താൽ എങ്ങനെയാ? എനിക്ക് ആ പാണിച്ചേന് കാപ്പി കൊണ്ട് കൊടുക്കണ്ടേ? അതെ, ഞങ്ങൾ കഴിച്ചിട്ട് ബാക്കിയുള്ളത് നിന്റെ ഭാനച്ചേട്ടന് കൊണ്ടുപോയി കൊടുത്താൽ മതി കേട്ടാ. ഇതെന്താ ഇത്? മുട്ടയോ? ഇതാർക്കാ? പാണിച്ചേട്ടന്. ദേ, നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഉണ്ടാക്കി തിന്നോ. ശിവചേച്ചിയുടെ പ്രത്യേക ഓർഡറാ. പാണിച്ചേന്റെ ആഹാരക്കാരങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നോ. ആ ശിവയ്ക്ക് അവനെ പിടിച്ച മട്ടാന്നാ തോന്നുന്നത്. ഏതുവരെ പോകുന്നു നമുക്ക്? നിങ്ങൾ കളിച്ച് കളിച്ച് കുഴപ്പത്തിലാവുന്ന എന്റെ പേടി. അമ്മ സമാധാനമായിട്ടിരിക്കും, ഒരു കുഴപ്പം വരില്ല. അഥവാ വന്നാൽ തന്നെ അത് പുഷ്പം പോലെ നേരിടാനുള്ള വഴി ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. എന്നാലും ഇതൊരു കടന്ന കൈയായി പോയി മക്കളെ. എന്ത് വന്നാലും ഇനി രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ ഞങ്ങൾ അത്രേ ഉള്ളൂ. കാര്യം എന്തൊക്കെ ആയാലും അവള് നമ്മുടെ കൊച്ച. അതിന് ദോഷം വരുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. എന്നാലേ ഒരു കാര്യം ചെയ്യാം. ഇതുവരെ നടന്നതെല്ലാം അമ്മ അവനോട് തുറന്നു പറയാം. അയ്യോ, എന്നിട്ട് കെട്ടി ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങാം. അതാ പറഞ്ഞത്. ഗുണം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് കരുതിയാ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് സഹകരിച്ച് നിന്നാ പരിഹരിച്ചു പോവാം. ഇതങ്ങോട്ട് കഴിക്ക. വാങ്ങി കഴിച്ചോളൂ. ഈ കഴിച്ചത് എന്താണെന്ന് അറിയോ നിനക്ക്? ഇല്ല. ഈ കഴിച്ചത് ഉഗ്രവിഷമാണ്. ഇത് കഴിച്ചാൽ മരണമുറപ്പ്. പേടിക്കണ്ട. ഈ 2 പച്ചിലകളിൽ ഒന്ന് ഇതിനുള്ള മറുമരുന്നാ. അത് കഴിച്ചാൽ വിഷം മാറിക്കൊള്ളും. മറ്റത് കഴിച്ചാ മരണം എളുപ്പാവും. വൈദ്യര് മരുന്ന് കണ്ടുപിടിച്ച് കഴിച്ചോളൂ. നീ വിജയിച്ചു. ഒറ്റമൂലികളുടെ വിഷയത്തിൽ ആരാ ഗുരു? അച്ഛനാ. അതാ കാര്യം. ഞാൻ വിചാരിച്ചു നിന്റെ കാറ്റ് പോയത് തന്നെ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. മനുഷ്യന്റെ ജീവൻ പണയം വെച്ചുള്ള ഒരു പരീക്ഷണത്തിന് ഇനി എന്നെ കിട്ടില്ല. പോട്ടടാ മോനെ, ഒരു നല്ല കാര്യത്തിനല്ലേ. എന്താ എന്റെ ജീവൻ പോകുന്നതാ? നിക്ക്. നീ എങ്ങനെ കണ്ടുപിടിച്ചു യഥാർത്ഥ മരുന്ന്? ബഹു കേമം തന്നെ. നിങ്ങളുടെ കിടയിൽ കിടന്ന് ജീവിക്കുന്നതിലും ഭേദം മരിച്ചാ മതി എന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു. അങ്ങനെ കഴിച്ചതാ. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ. വാ, അവൻ ചത്തിരുന്നെങ്കിൽ ആര് സമാധാനം പറയും? നീ സമാധാനം പറയും. ഞാനാ? പിന്നല്ല ഞാനാ. ഞാൻ പേടിച്ചുപോയി. എന്തിന്? അല്ല, അയാൾക്ക് വേറെ ഒരു പരീക്ഷണവും കിട്ടിയില്ലേ പരീക്ഷിക്കാൻ? മനുഷ്യനെ കൊല്ലുന്ന പണിയാക്കാൻ അറിയൂ. എന്റെ സമയം എന്തായാലും വിജയിച്ചല്ലോ. എനിക്കിഷ്ടായി. ഏ?